നമസ്കാരം. ബോട്ടണിയുടെ അടുത്ത സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈവൻറ്റ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരുന്നു. 3 സ്റ്റേജസ് ആണ് അതിനകത്ത് വരുന്നത്. പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്, ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്. ഈ ഭാഗത്ത് നമ്മൾക്ക് കുറച്ച് ഡെപ്തിൽ പഠിക്കേണ്ടതുണ്ട്. അതാണ് ഈ സെഷനിൽ നമ്മൾ പറയുന്നത്. ആദ്യം പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് ഒന്ന് പരിചയപ്പെടാം. പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സിൽ നമ്മൾ പഠിച്ചിരുന്നു 2 സബ് ഈവൻറ്റ്സ് ആണ് അതിനകത്ത് നടക്കുക. ഒന്ന് ഗാമീറ്റോജെനിസിസ്, 2 ഗാമീറ്റ് ട്രാൻസ്ഫർ. ഗാമീറ്റോജെനിസിസ് എന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ് ഈസ് കോൾഡ് ഗാമീറ്റോജെനിസിസ്. മെയിലിലും ഫീമെയിലും ഗാമീറ്റ്സ്, മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഗാമീറ്റോജെനിസിസ് എന്ന് പറയുക. ഇവിടെ ജീവികളിൽ ഗാമീറ്റ്സ് ഉണ്ടാവുമ്പോൾ 2 തരത്തിലാണ് കാണുക. ചിലപ്പോൾ ഗാമീറ്റ്സ് മോർഫോളജിക്കലി സിമിലർ ആയിട്ട് കാണും, ഒരേപോലത്തെ ഗാമീറ്റ്, മെയിലായാലും ഫീമെയിലായാലും ഒരേപോലത്തെ ഗാമീറ്റ് കാണും. അങ്ങനെയുള്ള ഗാമീറ്റ്സിനെയാണ് നമ്മൾ ഐസോ ഗാമീറ്റ്സ് എന്ന് പറയുക. മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഡിഫറൻ്റ് ആണെങ്കിൽ അതിനെ പറയുന്ന ടേമാണ് ഹെറ്ററോ ഗാമീറ്റ്സ് അല്ലെങ്കിൽ അനൈസോ ഗാമീറ്റ്സ്. ഹ്യൂമൻ ബീയിങ്സിന്റെ എക്സാമ്പിൾ ഒന്ന് ഓർത്താൽ മതി. ഹ്യൂമൻ ബീയിങ്സിൽ മെയിൽ ഗാമീറ്റ് സ്പേം വളരെ സ്മോൾ ആണ്. ഓവം ഫീമെയിൽ ഗാമീറ്റ് അത് ലാർജ് ആണ്, റൗണ്ട് ആണ്. സോ ദേ ആർ മോർഫോളജിക്കലി ഡിഫറെൻറ്റ്. ഇങ്ങനെ മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആവുന്ന ഗാമീറ്റ്സിന് പറയുന്ന പേരാണ് ഹെറ്ററോ ഗാമീറ്റ്സ്. ഈ കാണുന്ന ഡയഗ്രത്തിൽ നിങ്ങൾ കുറച്ചുകൂടിയും വ്യക്തമാവും കാര്യങ്ങൾ. ഡയഗ്രാം ശ്രദ്ധിക്കുക. ഇവിടെ ആദ്യ ചിത്രത്തിൽ കാണുന്ന ആൽഗെ ക്ലാഡോഫോറ ഐസോഗാമീറ്റ്സ് ആണ്. ബിയും സിയും ഫ്യൂക്കസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ഇത് ഹെറ്ററോഗാമീറ്റ്സ് ആണ്. ക്ലാഡോഫോറയിൽ നോക്കുക, ഒരേപോലത്തെ ഗാമീറ്റ്സ്, ഒരേപോലത്തെ 2 ഫ്ലജല വീതമുള്ള ഒരേപോലത്തെ ഗാമീറ്റ്സ് ഐസോഗാമീറ്റ്സ്. ഫ്യൂക്കസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അനദർ ആൽഗെ ഒരു ഗാമീറ്റ് വലുതാണ്, ലാർജ് റൗണ്ട് ആണ്, ഫീമെയിൽ ഗാമീറ്റ് ആണ്. പിന്നെ മെയിൽ ഗാമീറ്റ് ചെറുതാണ്, സ്മോൾ മെയിൽ ഗാമീറ്റ്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിൽ ഓവം ലാർജ് ആൻഡ് റൗണ്ട്. അതുപോലെ സ്പേം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും സ്മോൾ മെയിൽ ഗാമീറ്റ് ആണ്. അപ്പോൾ ക്ലാഡോഫോറയിലുള്ളത് ഐസോ ഗാമീറ്റ്സും ഫ്യൂക്കസിലും ഹ്യൂമൻ ബീയിങ്സിലുള്ളത് ഹെറ്ററോ ഗാമീറ്റ്സുമാണ്. സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസംസ് 2 തരത്തിലാണ് സെക്സ് ഓർഗാനിസത്തിൽ കാണുന്നത്. ബൈസെക്ഷൽ അല്ലെങ്കിൽ യൂണിസെക്ഷൽ. ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഒരേ ഓർഗാനിസത്തിൽ കാണും. അങ്ങനത്തെ ബൈസെക്ഷൽ ആനിമൽസ് ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഒരേ ഫ്ലവറിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും പ്രസന്റ് ആയിരിക്കും. അതായത് സ്റ്റേമനും പിസ്റ്റിലും ഒരേ ഫ്ലവറിൽ തന്നെ ഉണ്ട്. യൂണിസെക്ഷൽ ഓർഗാനിസം എന്ന് പറയുമ്പോൾ ആ ഓർഗാനിസത്തിൽ ഒറ്റ സെക്സേ ഉണ്ടാവുകയുള്ളൂ. ഹ്യൂമൻ ബീയിങ്സിന്റെ കാര്യം നോക്കുക, മെയിലിൽ മെയിൽ സെക്സ് ഓർഗൻ മാത്രം, ഫീമെയിലിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ മാത്രം. അതുപോലെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിരിക്കും പ്രസന്റ്, ഐദർ സ്റ്റേമൻ ഓർ പിസ്റ്റിൽ. അതുകൊണ്ട് തന്നെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് 2 ആയിട്ട് തിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് ആണ്. ഭംഗിയായിട്ട് പഠിച്ചോളണം, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഒന്ന് ഫസ്റ്റ് ഫ്ലവർ സ്റ്റാമിനേറ്റ് ഫ്ലവർ, സെക്കൻഡ് പിസ്റ്റിലേറ്റ് ഫ്ലവർ. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാമിനേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേമൻ മാത്രമുള്ള ഫ്ലവർ. യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ ബെയറിംഗ് സ്റ്റേമൻ ഓൺലി. ലൈക്വൈസ് പിസ്റ്റിലേറ്റ് ഫ്ലവർ, പിസ്റ്റിൽ മാത്രമുള്ളത്. എന്താണ് പിസ്റ്റില്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. So unisexual flower bearing only pistil is called pistillate flower. സ്റ്റാമിനേറ്റും പിസ്റ്റിലേറ്റും ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ എക്സാമ്പിൾ ഇനിയുള്ള ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുക. ഓറഞ്ച് ലില്ലിയുടെ ഫ്ലവർ ആണിത്. ഇതൊരു സ്റ്റാമിനേറ്റ് ഫ്ലവർ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്റ്റേമൻസ് മാത്രം, പർപ്പിൾ കളറിലുള്ള സ്റ്റേമൻസ് മാത്രം പ്രസന്റ് ആയിട്ടുള്ള ഫ്ലവർ. only stamens present. പൗഡർ പഫ് ട്രീയിൽ കാണുന്ന മറ്റൊരു സ്റ്റാമിനേറ്റ് ഫ്ലവർ ആണിത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. പഫ് പോലെ കാണുന്നതെല്ലാം സ്റ്റേമൻസ് ആണ്. പൗഡർ പഫ് ട്രീ. ഇതൊരു പിസ്റ്റിലേറ്റ് ഫ്ലവർ ആണ്.
പിസ്റ്റിൽ മാത്രം പ്രസൻ്റ് ആയിട്ടുള്ള ഫ്ലവർ. കുക്കുർബിറ്റേസിൽ വരുന്ന ഒരു ഫ്ലവറാണിത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, പിസ്റ്റിൽ മാത്രമേ ഉള്ളൂ, സ്റ്റേമിൻ ഇല്ല, സ്റ്റേമിൻ ആബ്സെൻ്റ് ആണ്. സോ പിസ്റ്റിൽ ഓൺലി പ്രസൻറ്റ്. ഈ ചിത്രത്തിൽ കാണുന്നതും പിസ്റ്റിൽ മാത്രം ഉള്ള ഒരു ഫ്ലവറാണ്. അനദർ എക്സാമ്പിൾ ഫോർ പിസ്റ്റിലേറ്റ് ഫ്ലവർ. അടുത്ത രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ്. മൊണേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ when both male and female flowers are present on the same plant, it is called monoecious. Example, coconut, cucurbit. Then dioecious. Dioecious എന്ന് പറഞ്ഞാൽ when male and female flowers are present on different plants, വ്യത്യസ്തമായ ചെടികളിലാണ് കാണുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് dioecious. Example, പപ്പായ, അതുപോലെ ഡേറ്റ് പാം. ഇതേ ടേംസ് തന്നെ നമ്മൾ ആൽഗയുടെ കാര്യത്തിൽ വരുമ്പോൾ ഒന്ന് മാറി പറയും. മൊണേഷ്യസിന് പകരം പറയും ഹോമോതാലിക് എന്ന് പറഞ്ഞാൽ ഒരേ താലസിലാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും. ചാര എന്ന് പറയുന്ന ആൽഗയൊക്കെ അതിന് എക്സാമ്പിളാണ്. അതിൻ്റെ എല്ലാം ഡയഗ്രാം നമുക്ക് കാണാം. അതുപോലെ ഡയേഷ്യസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് ഹെറ്ററോതാലിക്. ഹെറ്ററോതാലിക് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് താലസിൽ ഡിഫറെന്റ് ചെടികളിലാണ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ വരിക. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ചെടിയുണ്ട് മാർക്കാൻഷ്യ, അത് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി ആനിമൽസിന്റെ കാര്യത്തിൽ ഇതേപോലെ യൂണിസെക്ഷൽ ആനിമൽസും ഉണ്ട്, ബൈസെക്ഷൽ ആനിമൽസും ഉണ്ട്. യൂണിസെക്ഷൽ ആനിമൽസ് എന്നുള്ള എക്സാമ്പിൾ നമ്മളൊക്കെ അറിയാലോ, ഹ്യൂമൻ ബീയിങ്സ്, റാറ്റ്, ഏത് വേണമെങ്കിലും പറയാം, നമുക്കറിയാവുന്ന. അതുപോലെ കോക്രോച്ച്, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കോക്രോച്ച്, അതിൻ്റെയും ഡയഗ്രാം കണ്ട് മനസ്സിലാക്കണം. യൂണിസെക്ഷൽ ആണ്, മെയിലും ഫീമെയിലും ഡിഫറെന്റ് ആനിമൽസ് ആണ്. ബൈസെക്ഷൽ ആനിമൽസ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈസെക്ഷൽ ആനിമലിന് നമ്മൾ സുവോളജിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഹെർമോഫ്രോഡൈറ്റ്. പഠിക്കണം. ഹെർമോഫ്രോഡൈറ്റ് മീൻസ് ബൈസെക്ഷൽ ആനിമൽസ്. ബൈസെക്ഷൽ ആനിമൽസിന്റെ പ്രത്യേകത ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആർ പ്രസന്റ് ഇൻ ദ സെയിം ആനിമൽ. ഒരേ ആനിമലിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള ടെസ്റ്റിസും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള ഓവറിയും ഒരേ ആനിമലിൽ തന്നെയാണ് പ്രസന്റ്. അതിന് എക്സാമ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എർത്ത് വേം, ലീച്ച് ഒക്കെ. മൊണേഷ്യസ് പ്ലാന്റിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള കോക്കനട്ട്, കോക്കനട്ടിന്റെ ഫ്ലവേഴ്സ് നിങ്ങൾ നോക്കിയാൽ കാണാം, മൊണേഷ്യസ് ആണ്. ഇൻ കോക്കനട്ട് both male and female flowers are seen on the same plant. കോക്കനട്ടിന്റെ ഇൻഫ്ലോറസൻസിലെ ഒരു സിംഗിൾ ഫ്ലോററ്റ് ആണ്, അല്ലെങ്കിൽ സിംഗിൾ ഫ്ലവർ ആണ് ഈ കാണുന്നത്. മൊണേഷ്യസിന്റെ അടുത്ത എക്സാമ്പിൾ കുക്കുർബിറ്റ, വെള്ളരി, കുക്കുംബറൊക്കെ വരുന്ന കുക്കുർബിറ്റേസിയ ഫാമിലിയിലുള്ള പൂവാണിത്, ചെടിയാണ്. മൊണേഷ്യസ് പ്ലാന്റിന്റെ അനദർ എക്സാമ്പിൾ. Dioecious plant example papaya. When male and female flowers are seen on different plants, it is termed as dioecious. Papaya adinoru example aanu. Another example of dioecious plant, date palm, ഈന്തപ്പന. ഇതും ഈന്തപ്പനയിൽ dioecious ആണ്. Male and female flowers are seen on different plants. ഡയേഷ്യസ് പ്ലാന്റ്, ഡേറ്റ് പാമിൻ്റെ ഇൻഫ്ലോറസൻസ് ഈ ചിത്രത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം, ഡേറ്റ്സും കാണാം. ഹോമോതാലിക് അല്ലെങ്കിൽ മൊണേഷ്യസ് പ്ലാന്റ് ആയിട്ടുള്ള ചാര. ഇതിൽ നോക്കിയാൽ മുകളിൽ അപ്പർ ഊഗോണിയം ഫീമെയിൽ സെക്സ് ഓർഗനും ലോവർ ആന്ത്രീഡിയം റെഡ് കളർ കാണാം. രണ്ടും ഒരേ പ്ലാന്റിൽ കാണുന്നു, മൊണേഷ്യസ് അല്ലെങ്കിൽ ഹോമോതാലിക്. ചാര പ്ലാന്റിൻ്റെ സെക്സ് ഓർഗൻസിൻ്റെ ഒരു എൻലാർജ്ഡ് വ്യൂ ആണ്. മുകളിൽ കാണുന്നത് ബോട്ടിൽ ഷേപ്പ് പോലെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്ലാസ്ക് ഷേപ്പ് പോലെ ഇരിക്കുന്നത് ഫീമെയിൽ സെക്സ് ഓർഗൻ ഊഗോണിയം. താഴെ റൗണ്ട് അല്ലെങ്കിൽ ഗ്ലോബ്യൂൾ എന്ന് പറയും, ഗ്ലോബ് ഷേപ്പിലിരിക്കുന്ന റൗണ്ട് ഷേപ്പിലിരിക്കുന്നത് മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയം. ഇത് രണ്ടും ഒരേ ചെടിയിൽ തന്നെ കാണുന്നു ചാരയിൽ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മൊണേഷ്യസ് പ്ലാന്റ് അല്ലെങ്കിൽ ഹോമോതാലിക്.
ചിത്രത്തിൽ കാണുന്നത് ഡയേഷ്യസ് പ്ലാന്റ് മാർക്കാൻഷ്യ. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണ്. ഇതിൽ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് താലസാണ്. ആദ്യത്തെ മെയിൽ താലസിൽ ആന്ത്രിഡിയോഫോർ കാണാം. രണ്ടാമത്തെ താലസിൽ ആർക്കിഗോണിയോഫോർ. ആന്ത്രിഡിയോഫോറിൻ്റെ ടിപ്പിലാണ് ആന്ത്രിഡിയം മെയിൽ സെക്സ് ഓർഗൻ. അതുപോലെ ആർക്കിഗോണിയോഫോറിൻ്റെ ടിപ്പിലാണ് ആർക്കിഗോണിയം ഫീമെയിൽ സെക്സ് ഓർഗൻ പ്രസൻ്റ് ആയിട്ടുള്ളത്. മാർക്കാൻഷ്യ താലസിൻ്റെ റിയൽ ഫോട്ടോഗ്രാഫാണ്. സൂക്ഷിച്ച് നോക്കിയാൽ ആന്ത്രിഡിയോഫോർ വ്യക്തമായിട്ട് കാണാം. ഒരു കുട പോലെ വിടർന്ന് നിൽക്കുന്ന സ്ട്രക്ചർ. മാർക്കാൻഷ്യയുടെ ഫീമെയിൽ താലസാണ്. ഇതും ഒറിജിനൽ ഫോട്ടോഗ്രാഫാണ്. ഒരു കുട പോലെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത്. ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചറായിട്ട് കാണുന്നത് അതിൻ്റെ ആർക്കിഗോണിയമാണ്. ആർക്കിഗോണിയോഫോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്കാണ്. അതിൻ്റെ ടിപ്പിൽ കാണുന്നു ആർക്കിഗോണിയം ഫീമെയിൽ സെക്സ് ഓർഗൻ. ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹെർമോഫ്രോഡൈറ്റ് ആയിട്ടുള്ള ആനിമൽ. ബൈസെക്ഷൽ ആനിമൽ എർത്ത് വേം ബൈസെക്ഷലാണ്. അപ്പോൾ ഒരേ എർത്ത് വേമിൽ തന്നെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും പ്രസൻ്റ് ആണ്. അതായത് ടെസ്റ്റിസും ഓവറിയും ഒരേ ജീവിയിൽ തന്നെ കാണുന്നു. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് എർത്ത് വേം. യൂണിസെക്ഷൽ ആനിമൽസിൻ്റെ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ള കോക്രോച്ച്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം മെയിൽ കോക്രോച്ചും ഫീമെയിൽ കോക്രോച്ചും ബാഹ്യപരമായിട്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ മോർഫോളജിക്കലി ഡിഫറൻ്റ് ആയിട്ട് കാണാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ഈസ് മിയോസൈറ്റ്. The gamete mother cell undergoes meiosis is called myocyte. മിയോസിസിന് വിധേയമാകുന്ന ഗാമീറ്റ് മദർ സെല്ലിനെയാണ് മിയോസൈറ്റ് എന്ന് പറയുക. ദാറ്റ് മിയോസൈറ്റ് ഈസ് ഓൾവേസ് ഡിപ്ലോയിഡ്, ദാറ്റ് ഈസ് 2n. അപ്പോൾ ഏത് മിയോസിസിന് വിധേയമാകുന്ന ഗാമീറ്റ് മദർ സെല്ലിനെ നമ്മൾ പറയുന്ന പേരാണ് മിയോസൈറ്റ് എന്നുള്ളത്. അതെപ്പോഴും ഡിപ്ലോയിഡ് ആണെന്ന് ഓർക്കുക. ആൻഡ് ആഫ്റ്റർ മിയോസിസ് ഗാമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഈ ഗാമീറ്റ്സ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. സോ റിമെമ്പർ, മിയോസൈറ്റ് ഈസ് 2n ആൻഡ് ഗാമീറ്റ് ഈസ് ഓൾവേസ് ഹാപ്ലോയിഡ് n. ഹ്യൂമൻ ബീയിങ്സിൽ മിയോസൈറ്റിൽ, അതായത് സ്പേം മദർ സെല്ലിലും ഓവം മദർ സെല്ലിലും 46 ക്രോമസോംസ് ആണ്. 2n ഈസ് ഈക്വൽ ടു 46. അതിൽ നിന്നുണ്ടാവുന്ന ഗാമീറ്റ്സിൽ ദാറ്റ് ഈസ് n നമ്പർ ഓഫ് ക്രോമസോം എന്ന് പറയുമ്പോൾ 46ന്റെ പകുതി എത്രയാണ്? 23 നമ്പർ ഓഫ് ക്രോമസോംസ്. ഈ ക്ലാസിന്റെ അവസാനമായിട്ട് ഒരു വർക്ക്ഷീറ്റ് ആയിട്ട് ഒരു ചാർട്ട് തരുന്നുണ്ട്. ആ ചാർട്ടിൽ വിവിധ ജീവികളുടെ മിയോസൈറ്റ് നമ്പറും ഗാമീറ്റ് നമ്പറും കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് പരീക്ഷയ്ക്ക് പലപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ്, പഠിച്ചോളണം. അപ്പോൾ മിയോസൈറ്റിൽ എപ്പോഴും ഡിപ്ലോയിഡ് എന്ന് ഓർക്കുക, 2n നമ്പർ ഓഫ് ക്രോമസോംസ്. ഗാമീറ്റിൽ അതിന് നേർപകുതി ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം, ദാറ്റ് ഈസ് n നമ്പർ ഓഫ് ക്രോമസോംസ്. ചാർട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ കോളത്തിലെ നെയിം ഓഫ് ഓർഗാനിസം, രണ്ടാമത്തെ കോളത്തിലെ ക്രോമസോം നമ്പർ ഇൻ മിയോസൈറ്റ്, മൂന്നാമത്തെ കോളത്തിലെ ക്രോമസോം നമ്പർ ഇൻ ഗാമിറ്റ്. ആദ്യത്തെ നോക്കുക, ഹ്യൂമൻ ബീയിങ്സ് 46 ക്രോമസോം ഇൻ മിയോസൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേർപകുതി 23 ക്രോമസോം ആണ് ഗാമീറ്റിൽ. അതുപോലെ ചിലതിൻ്റെ എല്ലാം തന്നിട്ടുണ്ട്. ബാക്കി തരാത്തത് നിങ്ങൾ പൂർണ്ണമായിട്ട് വർക്ക്ഷീറ്റായിട്ട് എഴുതേണ്ടതാണ്. അത് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി അത് ശ്രദ്ധിക്കുക. Next important term is Parthenogenesis. The female gamete, that is egg, develops into an organism without fertilization is called Parthenogenesis. അല്ലെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ പറയാം, the formation of an organism without fertilization. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു ഓർഗാനിസം അതേപോലെ തന്നെ പൂർണ്ണമായി വളർച്ചെത്തുന്നതിനെയാണ് നമ്മൾ പാർത്തനോജെനിസിസ്. ഒരു വലിയൊരു ഫിനോമിനാണിത്. ഇത് കാണുന്ന ജീവികൾ എന്ന് പറഞ്ഞാൽ ഹണി ബീസ്, റോട്ടിഫേഴ്സ്, സം ലിസാർഡ്സ്, സം ബേർഡ്സ് ലൈക്ക് ടർക്കി തുടങ്ങിയവയിലാണ്. ചിത്രത്തിൽ നിന്ന് നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. നോർമലി ഫെർട്ടിലൈസേഷൻ വഴിയാണ് ഒരു ജീവി ഉണ്ടാവുകയുള്ളൂ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്യണം. എന്നാൽ ഇവിടെ ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള എഗ്ഗിൽ നിന്നും ഒരു ഓർഗാനിസം ഫോം ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ പാർത്തനോജെനിസിസ്. Parthenogenesis, development of an unfertilized egg or formation of an organism without fertilization is called parthenogenesis. ഹണിബിയിൽ കാണുന്ന ബെസ്റ്റ് എക്സാമ്പിളാണ് പാർത്തനോജെനിസിസ്. പാർത്തനോജെനിസിന് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്, ഒന്ന് ഹണിബി, റോട്ടിഫേഴ്സ് and some birds like turkey.
ഹണി ബീയിൽ എങ്ങനെയാണ് പാർത്തനോജെനിസിസ് നടക്കുക എന്ന് നോക്കുക. ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നുണ്ടാവുന്നത് ഫീമെയിൽ ഓഫ്സ്പ്രിംഗ് ആണ്. എന്നാൽ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നുണ്ടാവുന്നത് മെയിൽ ഓഫ്സ്പ്രിംഗ്, അത് ഡ്രോൺ, അത് പാർത്തനോജെനിസിസ് വഴിയാണ്. അപ്പോൾ ഫീമെയിൽ ബിയുടെ എഗ്ഗിൽ നിന്നും അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നും പാർത്തനോജെനിസിസ് വഴിയാണ് മെയിൽ ബി ആയിട്ടുള്ള ഡ്രോൺസ് ഉണ്ടാവുക. നെക്സ്റ്റ്, Oviparous and Viviparous animals. Egg-laying animals are called Oviparous animals. Examples: reptiles and birds. Animals that give birth to their young ones are called Viviparous animals. Examples: human beings and almost all mammals. Oviparous animals, അവരുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ they are laying eggs. ആ egg is covered by a calcareous shell. അത് മെക്കാനിക്കൽ ഡാമേജിന് ചിലപ്പോൾ സംഭവിക്കാം. ചിലപ്പോൾ പ്രെഡേറ്റേഴ്സ് വന്നത് കൊത്തി തിന്നും. അതായത് കോഴി മുട്ടയിട്ടിട്ട് പോയി പാമ്പ് വന്ന് ആ മുട്ട കൊത്തി കുടിക്കാം. അതുപോലെ തന്നെ ദ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഈസ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസംസ്. അപ്പൊ അതിൽ നിന്നുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഓഫ്സ്പ്രിങ്സ്, ദേ ആർ വൾണറബിൾ ടു പ്രെഡേറ്റേഴ്സ്. പലപ്പോഴും മറ്റ് പ്രെഡേറ്റേഴ്സ് അതിനെ ഭക്ഷിക്കുകയും ചെയ്യാം. എന്നാൽ വിവിപാരസ് ആനിമൽസിൽ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഫ്രം ദ സൈഗോട്ട് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ പാരന്റ്. അമ്മയുടെ ഉദരത്തിൽ യൂട്രസിന്റെ ഉള്ളിലാണ് കുഞ്ഞു വളരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് they get proper embryonic care, they get correct nourishment, and the survival chance of young ones are high. These are the advantages of viviparous animals. ഇത് ഭംഗിയായിട്ട് പഠിക്കേണ്ടതാണ്. കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒവിപാരസും വിവിപാരസുമായിട്ടുള്ള ആനിമൽസ് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, കണ്ടു മനസ്സിലാക്കുക. Examples for viviparous and oviparous animals. Viviparous examples: human beings, dogs, cows, etc. Oviparous animals examples: birds, reptiles, etc. Examples of oviparous animals. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവരിടുന്ന മുട്ട അത് ഓർമ്മയിൽ വേണം. It is covered by, the egg is covered by calcareous shell. Different examples of viviparous animals. Remember, viviparous animals give birth to their young ones. Last topic in this chapter, post fertilization changes in flower. ഒരു പൂവില് ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം വരുന്ന മാറ്റങ്ങൾ. ആദ്യത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സെപ്പൽസ്, പെറ്റൽസ്, അതുപോലെ സ്റ്റേമൻസ് തുടങ്ങിയവ പൊഴിഞ്ഞു വീഴും. പൂ വാടുന്ന കണ്ടിട്ടില്ലേ, വാടി അതിൻ്റെ ഇതളുകൾ താഴെ വീഴും. പിന്നെ വരുന്നതാണ് പ്രധാന മാറ്റങ്ങൾ. ഒവ്യൂൾസ് ആർ കൺവേർട്ടഡ് ഇൻ ടു സീഡ്സ്. Zygote is converted into embryo. Ovary is converted into fruit. Ovary wall develops into fruit wall, and that fruit wall is called pericarp. ഒരു പയറിന്റെ പൂവ് നാം മനസ്സിലാക്കുക, അല്ലെങ്കിൽ മാമ്പൂവ്. പയറിന്റെ പൂവിൽ ഫെർട്ടിലൈസേഷന് ശേഷം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഇതളുകൾ പൊഴിഞ്ഞു വീഴും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് പയർ നീണ്ടുവരുന്നത്. എന്താണ് പയർ? അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം ഓവറി ആയിട്ടുള്ള ഭാഗം അതൊരു പയറായിട്ട് മാറുകയാണ്. ഓവറി വാൾ അതിൻ്റെ പെരികാർപ്പാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഒവ്യൂൾസ് ആണ് നിരക്കി എന്തായിട്ടിരിക്കുക? സീഡ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. മാങ്ങയുടെ കാര്യത്തിൽ മാമ്പൂവിലിൻ്റെ ഫെർട്ടിലൈസേഷന് ശേഷം പൂവിൻ്റെ ഇതളുകൾ പൊഴിഞ്ഞു വീഴും. കുഞ്ഞതായതുകൊണ്ട് നമുക്ക് കാണുന്നില്ല. പിന്നെ അതിൻ്റെ ഓവറി, അതാണ് നമ്മൾ കഴിക്കുന്ന എഡിബിൾ പാർട്ടായിട്ടുള്ള മാംഗോ ആയിട്ട് മാറുന്നത്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു സിംഗിൾ സീഡ് അത് നമുക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റും. അതിനകത്തുണ്ടായിരുന്ന ഒരു സിംഗിൾ ഒവ്യൂളാണ് സീഡായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ കഴിക്കുന്ന എഡിബിൾ ഫ്ലഷി പാർട്ട്, ദറ്റ് ഈസ് വാട്ട് വി കോൾ ഫ്രൂട്ട് വാൾ ഓർ പെരികാർപ്പ്. അതിന് 3 ലെയറാണുള്ളത്: എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഡയഗ്രത്തിൽ നിന്നും ഫ്രൂട്ട് വാളും
അതുപോലെ തന്നെ പെരികാർപ്പും കണ്ട് മനസ്സിലാക്കുക. ഇതോടുകൂടി ഈ ചാപ്റ്ററിൻ്റെ പോർഷൻ അവസാനിക്കുന്നു. ഇതിന് ശേഷം അവസാനം നൽകിയിട്ടുള്ള ആ ഒരു വർക്ക്ഷീറ്റും കൂടി നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു. In this chart, you can see post-fertilization changes in flower in a nutshell. See the pericarp of apple fruit. Pericarp is divided into outer epicarp or exocarp, middle mesocarp, and inner endocarp. And inside endocarp, you can see the seed. And this pericarp is also known as fruit wall. Pericarp of mango. Pericarp of tomato, a berry fruit. ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റിലെ ഡയഗ്രമാണ്. ഇത് എക്സാമിന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിൽ എസ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് സീഡും പി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് പെരികാർപ്പുമാണ്. എ ഫ്യൂ കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട് ഷോയിങ് സീഡ്സ് ആൻഡ് പെരികാർപ്പ്. ഇതിൽ ചില ഡയഗ്രാംസ് തന്നിട്ട് എസും പിയും അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. എസ് ഫോർ സീഡ് ആൻഡ് പി ഫോർ പെരികാർപ്പ്. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ വർക്ക്ഷീറ്റ്. ഇവിടെ മിയോസൈറ്റ് നമ്പറും അതേപോലെ ക്രോമസോം നമ്പറും ചില ജീവികളിൽ തന്നിട്ടുണ്ട്. ബ്ലാങ്ക് ആയിട്ടുള്ളത് ഫിൽ ചെയ്യുക, ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. അതുപോലെ നിങ്ങളുടെ ബുക്കിൽ ഒരു ചാർട്ട് പോലെ എഴുതി പഠിച്ചോളണം. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഡയഗ്രമാണ്. ഇതും ഭംഗിയായിട്ട് പഠിച്ചോളണം. ഇതിൽ ചാര പ്ലാന്റ് അത് ചിലപ്പോൾ അടയാളപ്പെടുത്താൻ ചോദിക്കാവുന്നതാണ്. മൊണേഷ്യസ് പ്ലാന്റ്, അതേപോലെ ഡയേഷ്യസ് പ്ലാന്റ് ആയിട്ടുള്ള മാർക്കാൻഷി. ഇതോടെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും നല്ലോണം പഠിക്കുക. അടുത്ത ക്ലാസ്സിനായിട്ട് അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.